കേരള സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷവും തുറന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ട്. അത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയല്ല, സാമ്പത്തിക ഞെരുക്കമുണ്ട്. അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. കേരളത്തിന് അർഹതപ്പെട്ടത് അവർ നൽകുന്നില്ല, അത് പിടിച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായി കേരളത്തെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആവർത്തിച്ച് പറയുകയും ചെയ്തു. കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ അതിനോട് യോജിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമോ അതല്ലെങ്കിൽ മറ്റ് മുഖ്യതര മാധ്യമങ്ങളോ ഒന്നും തയ്യാറായിരുന്നില്ല. കേരളത്തിലെ ദൂർത്താണ്, കേരള സർക്കാരിന്റെ ദൂർത്താണ് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞ് ഉറപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി ഈ കേസ് വിശദമായി പരിശോധിക്കുകയും ദിവസങ്ങളോളം വാദം കേൾക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വിധി വന്നു. കേരളത്തിന് അനുകൂലമായ വിധി. 13,000 കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകണം കേരള സർക്കാരിന് എന്നതായിരുന്നു ആ വിധി. അതനുസരിച്ച് 13,000 രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുമതി നൽകി. എന്നാൽ ആദ്യഘട്ടത്തിൽ കോടതിയിൽ തന്നെ സുപ്രീം കോടതി ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. ഈ ആവശ്യം അംഗീകരിച്ചുകൂടെ? കേരളത്തിന് കടമെടുക്കാൻ അനുമതി നൽകിക്കൂടെ? അതിന് അവർക്ക് അർഹതയുണ്ടല്ലോ എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിച്ച ഘട്ടത്തിലാണ് കേരളത്തോട് ഒരാവശ്യം മുന്നോട്ട് വെച്ചത്. കേന്ദ്ര സർക്കാർ, നിങ്ങൾ കേസ് പിൻവലിക്കണം, 13,600 കോടി കടമെടുക്കാൻ അനുവദിക്കാം എന്ന്. എന്നാൽ കേരളം പറഞ്ഞു, വേണ്ട, ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന്. ആ കേസിന്റെ അവസാനത്തിലാണ് 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് അതിന് അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ 13,600 കോടി രൂപ കടമെടുക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേസ് അവസാനിപ്പിച്ചില്ല. കേസ് ഇന്ന് വീണ്ടും കോടതി പരിഗണിച്ചു. കോടതി വിശദമായി പരിഗണിച്ച് കേന്ദ്രത്തോട് പറഞ്ഞു, കേരളത്തിന് ഒരു രക്ഷാ പാക്കേജ് ഉണ്ടാക്കണം. കേരളം പറയുന്നതിൽ കാര്യമുണ്ട്, കേരളത്തിന്റെ ആവശ്യത്തിൽ കാര്യമുണ്ട്. അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. സാമ്പത്തിക ഞെരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു രക്ഷാ പാക്കേജ് പ്രഖ്യാപിക്കണം. അത് എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ സംസ്ഥാനത്തിന് ഇളവ് നൽകാൻ കഴിയും എന്ന കാര്യം നാളെ രാവിലെ 10:30 മുമ്പ് കോടതിയെ അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വെച്ചു. 5,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാമെന്ന്. 5,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാമെന്ന്. അപ്പോൾ 13,000-ഉം 5,000-ഉം കൂടിയായാൽ 18,000 കോടി രൂപയായി. 5,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ, സംസ്ഥാന സർക്കാർ ഈ ആവശ്യം നിരന്തരം കേന്ദ്ര സർക്കാർ ഉന്നയിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലോ ഇത്തരമൊരു കേസും ഗുണ്ടാമണ്ടിയും ഒക്കെ ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറല്ല. സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കണം, സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കണം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിർത്തണം, ക്ഷേമ പദ്ധതികൾ മുടങ്ങണം. അങ്ങനെ ജനങ്ങൾ സർക്കാരിന് എതിരെയാകണം, ജനങ്ങൾ ഇടതുപക്ഷത്തിന് എതിരെയാകണം. ഇതായിരുന്നു BJP സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട. അത് തുറന്നു കാട്ടുക കൂടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ 500 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാം, ഏപ്രിൽ 1-ന് അനുമതി നൽകാം എന്ന നിർദ്ദേശം സുപ്രീം കോടതിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന് വെക്കേണ്ടി വന്നു. അതുകൂടി കണക്കെടുത്തുകൊണ്ടാണ് എന്തൊക്കെ ചെയ്യാൻ കഴിയും കേരള സർക്കാരിന് വേണ്ടി, എന്തൊക്കെ സഹായങ്ങൾ കേരള സർക്കാർ ചെയ്യാൻ കഴിയും, സാമ്പത്തിക ഞെരുക്കം എങ്ങനെ ഉണ്ടായി, അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സഹായിച്ച് അടുത്ത സാമ്പത്തിക വർഷം അത് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ പദ്ധതി തയ്യാറാക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. കേന്ദ്ര സർക്കാർ നാളെ രാവിലെ 10:30 മുമ്പ് കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യണം. ഇതാണ് കോടതിയുടെ നിർദ്ദേശം. എന്ന് വെച്ചാൽ കേരളം ഇത്രയും കാലം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, കേരളം ഇത്രയും കാലം എന്താണോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് ശരിയാണ് എന്ന് കൃത്യമായും ബോധ്യപ്പെടുത്തുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അതിൽ കാര്യമുണ്ട് എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇക്കാര്യം ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോഴെല്ലാം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ആ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്, ദൂർത്താണ് എന്ന്. കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളതൊക്കെ നൽകുന്നുണ്ട് എന്നായിരുന്നു കോൺഗ്രസിന്റെ BJPയുടെ ഒക്കെ ആദ്യഘട്ടത്തിലെ അഭിപ്രായം. എന്നാൽ കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകുകയും നവകേരള സദസ്സിൽ 140 മണ്ഡലങ്ങളിലെ ജനങ്ങളോടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇക്കാര്യം പറയുകയും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഘട്ടത്തിൽ നിലപാട് മാറ്റി സംസ്ഥാന പ്രതിപക്ഷം പിന്നീടെടുത്തു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതിന് കേന്ദ്രം ഉത്തരവാദിയാണ്. പക്ഷെ അതുമാത്രമല്ല കാരണം, കേരളത്തിന്റെ ദൂർത്തുകൂടിയാണ് കാരണം എന്ന് പറയുകയാണ്. കേരളത്തിൽ
ഈ പ്രശ്നം കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. എം പിമാരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിലെ എം പിമാർ ആദ്യഘട്ടത്തിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് കേരളത്തിലെ ജനങ്ങൾ എം പിമാർക്കെതിരെ തിരിയുമെന്നും കോൺഗ്രസിനെതിരെ തിരിയുമെന്നും മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ശരി കേന്ദ്ര മന്ത്രിമാരെ കാണാം എന്ന് സമ്മതിച്ച് കേരളത്തിലെ യോഗത്തിൽ നിന്ന് എം പിമാർ പിരിഞ്ഞു പോകുന്നത്. എന്നാൽ ദില്ലിയിലെത്തിയപ്പോൾ അവർ വീണ്ടും ചൂടുമാറ്റി. കേന്ദ്രമന്ത്രിമാരെ കാണാൻ തയ്യാറായില്ല. കേന്ദ്ര സർക്കാരിനെ ഒന്നിച്ച് കണ്ട് കേരളത്തിന്റെ ആവശ്യം ഇന്നതാണ്, അത് നൽകണമെന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തയ്യാറായില്ല. അവർ അവിടെ മുഖം തിരിച്ചു നിൽക്കുകയും ഒറ്റയ്ക്ക് പോയി കേന്ദ്രമന്ത്രിമാരെ കാണുകയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, കേന്ദ്രം നൽകാനുള്ള തുക നൽകണം, അത് നൽകാതിരിക്കരുത്, പിടിച്ചുവെക്കരുത് എന്ന് പറയുകയും അതോടൊപ്പം കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് എന്ന് കേന്ദ്രമന്ത്രിമാരോട് പറയുകയും ചെയ്തു കേരളത്തിലെ എം പിമാർ. കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട എം പിമാർ, കോൺഗ്രസിന്റെ എം പിമാർ, അവർക്കാണ് ഭൂരിപക്ഷം. ആ കോൺഗ്രസിന്റെ എം പിമാർ ഒന്നിച്ചു നിന്ന് കേരളത്തിന് വേണ്ടി ആവശ്യപ്പെടേണ്ട ഘട്ടത്തിൽ അങ്ങനെ പറയുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയോ സർക്കാരിന് വേണ്ടിയോ മാത്രമല്ലല്ലോ, കേരളത്തിലെ ഓരോ ജനത്തിന്റെയും ഓരോ പൗരന്റെയും ആവശ്യമല്ലേ അത്? ഓരോ ജനങ്ങളും അതിന് അവകാശപ്പെട്ടതല്ലേ? ആ അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുക എന്നതല്ലേ കേരളത്തിലെ എം പിമാരുടെ ഉത്തരവാദിത്വം? അതിൽ നിന്ന് പോലും പിറകോട്ട് നടന്ന എം പിമാരായിരുന്നു ഉണ്ടായത്. അവർക്കൊക്കെ ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആദ്യഘട്ടത്തിൽ തിരിച്ചടി കിട്ടി. സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അവകാശമുണ്ട്, അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകി ആദ്യഘട്ടത്തിൽ. ഇപ്പോഴിതാ നാളെ രാവിലെ 10:30 മുമ്പ് കേരളത്തിന് നൽകാൻ കഴിയുന്ന സഹായം ഇളവുകൾ എന്തൊക്കെയാണ് എന്ന് കാണിച്ച് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം, അത് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി. അതോടൊപ്പം വീണ്ടും മുട്ടുമടക്കി കേന്ദ്ര സർക്കാർ 5,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാം, ഏപ്രിൽ 1-ന് ആ അനുവാദം നൽകാം എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും തല ഉയർത്തി നിൽക്കുന്നത് കേരളം തന്നെയാണ്, കേരളത്തിന്റെ നിലപാടാണ്. അത് എപ്പോഴും ആ നിലപാട്, ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചാൽ അതിന് അന്തിമമായ വിജയമുണ്ടാകും. അതിനു മുമ്പ് പല ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നാലും അന്തിമ വിജയം കേരളത്തോടൊപ്പം തന്നെയായിരിക്കുമെന്ന് ഇതാ ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു.